നമസ്കാരം. നിർമ്മാണ പ്രവർത്തനങ്ങൾ പകുതി പോലും പൂർത്തിയാകാതെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ ഉദ്ഘാടനം എങ്ങനെ നടത്തിയെന്ന ചോദ്യവുമായി മന്ത്രി കെ മുരളീധരൻ. പത്തനംതിട്ട ജനറൽ ആശുപത്രി, കോഴഞ്ചേരി ജില്ലാ ആശുപത്രി എന്നിവയുടെ നിർമ്മാണത്തിലുണ്ടായ അപാകതകൾ ചൂണ്ടിക്കാട്ടി അബിൻ വർക്കി എംഎൽഎയുടെ ആവശ്യപ്രകാരം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലാണ് ഉദ്യോഗസ്ഥരുടെ മന്ത്രി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ ഈ വലിയ അനാസ്ഥ മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ 10 വർഷമായി ഇരു ആശുപത്രികളിലും നടന്ന വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും പർച്ചേസിംഗ് നടപടിക്രമങ്ങളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്താൻ യോഗത്തിൽ മന്ത്രി ഉത്തരവിട്ടു. ഇതിനു പുറമെ ഉദ്ഘാടനം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ഓക്സിജൻ പ്ലാന്റ് പൊട്ടിത്തെറിച്ച ഗുരുതരമായ സംഭവത്തിലും വിശദമായ അന്വേഷണത്തിന് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശുപത്രികളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും മെഡിക്കൽ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമായി പ്രധാന തീരുമാനങ്ങളും യോഗത്തിൽ കൈക്കൊണ്ടു. ഇതിന്റെ ഭാഗമായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഏറെ നാളായി നേരിട്ടുകൊണ്ടിരുന്ന ജനറൽ മെഡിസിൻ, കാർഡിയോളജി വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ കുറവ് ഉടൻ തന്നെ പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകി. അതോടൊപ്പം അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും യോഗം തീരുമാനിച്ചു. ആശുപത്രിയിലെ പുതിയ OP ബ്ലോക്കിന്റെ നിർമ്മാണം സെപ്റ്റംബർ 30-നകവും CCU ബ്ലോക്കിന്റെ നിർമ്മാണം ഡിസംബർ 31-നകവും പൂർത്തിയാക്കാനാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആശുപത്രിയിലേക്ക് അത്യാധുനിക CT സ്കാൻ യന്ത്രം വാങ്ങുന്നതിനും റിവേഴ്സ് എസ്റ്റിമേറ്റുകൾക്ക് അംഗീകാരം നൽകുന്നതിനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ജില്ലാ ആസ്ഥാനത്ത് ജനറൽ ആശുപത്രിയെ 24 മണിക്കൂറും പൂർണ്ണ സജ്ജമായി പ്രവർത്തിക്കുന്ന കേന്ദ്രമാക്കി മാറ്റുമെന്ന് അബിൻ വർക്കി MLA വ്യക്തമാക്കി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീനാമ റോയ്, വൈസ് പ്രസിഡന്റ് അനീഷ് വരിക്കണ്ണമല എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ പുതിയ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് നിർമ്മാണത്തിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായി ആരോപണം ഉയർന്നിരുന്നു. സംഭവത്തിൽ സമഗ്രമായ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ശക്തമാകുകയാണ്. നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായി 51,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 7 നിലകളിലായി നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട കെട്ടിടത്തിന്റെ നിർമ്മാണമാണ് ക്രമക്കേടുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ആദ്യം 23.75 കോടി രൂപയ്ക്കും പിന്നീട് 5 കോടി രൂപ കൂടി അധികമായി അനുവദിച്ച് ആകെ 28.75 കോടി രൂപയ്ക്കാണ് പദ്ധതി പ്ലാൻ ചെയ്തിരുന്നത്. 7 നില കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് ചതുരശ്ര അടിക്ക് 5,637 രൂപ നിരക്കിലാണ് തുക അനുവദിച്ചത്. ഇത് തന്നെ വലിയ തുകയാണെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് പദ്ധതി വെട്ടിച്ചുരുക്കി 3 നില മാത്രം പണിത് നിർമ്മാണം അവസാനിപ്പിക്കാൻ അധികൃതർ നീക്കം നടത്തുന്നത്. കിറ്റ്കോയ്ക്കായിരുന്നു നിർമ്മാണ ചുമതല. 2023 ഫെബ്രുവരിയിൽ ഭരണാനുമതി ലഭിച്ച പദ്ധതി പ്രകാരം പാർക്കിംഗ്, അത്യാഹിത വിഭാഗം, ട്രോമ കെയർ, ICU, ഡയാലിസിസ് യൂണിറ്റുകൾ തുടങ്ങി വിവിധ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് 7 നിലകൾ പ്ലാൻ ചെയ്തിരുന്നത്. നിർമ്മാണം വെട്ടിച്ചുരുക്കുന്നതോടെ ആശുപത്രിയിലെ സ്ഥലപരിമിതിയും അസൗകര്യങ്ങളും പരിഹരിക്കപ്പെടാതെ തുടരും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപ് അപൂർണമായ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിടുക്കപ്പെട്ട് നടത്തിയതും വലിയ വിവാദമായിട്ടുണ്ട്. അന്ന് വെറും 2 നിലകളുടെ ഭിത്തി നിർമ്മാണം മാത്രമാണ് പൂർത്തിയായിരുന്നത്. അതിൽ തന്നെ 2ാം നിലയുടെ പുറം ഭിത്തി കെട്ടുകയോ സിമന്റ് പൂശുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഉദ്ഘാടനം നടത്താൻ അന്നത്തെ ആരോഗ്യമന്ത്രി നൽകിയ സമ്മർദ്ദത്തെ തുടർന്ന് ഭിത്തി കെട്ടുന്നതിനൊപ്പം തന്നെ സിമന്റ് പൂശുകയും തൊട്ടുപിറകെ പെയിന്റ് അടിക്കുകയും ചെയ്യുകയായിരുന്നു. ഇത് കെട്ടിടത്തിന്റെ ഗുണമേന്മയെ ദോഷകരമായി ബാധിക്കുമെന്ന് എഞ്ചിനീയർമാർ മുന്നറിയിപ്പ് നൽകിയിട്ടും ബന്ധപ്പെട്ടവർ അത് വകവെച്ചില്ല. അപൂർണമായ ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുൻ മന്ത്രി വീണ ജോർജാണ് അന്ന് നിർവഹിച്ചത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞ 10 വർഷമായി നടന്ന വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളിലും സാമഗ്രികൾ വാങ്ങിയതിലും വ്യാപക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും ഇതിൽ സമഗ്ര വിജിലൻസ് അന്വേഷണം വേണമെന്നും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. അബിൻ വർക്കി MLAയുടെ നേതൃത്വത്തിൽ ജനറൽ ആശുപത്രിയിലെ നിലവിലെ പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും നേരിട്ടെത്തി പരിശോധിച്ചിരുന്നു. ഈ വിലയിരുത്തൽ യോഗത്തിലാണ് ജനപ്രതിനിധികളും HMC അംഗങ്ങളും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്.